ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഒരു ചെറിയ മഴയൊക്കെയുള്ള ഈവനിങ്ങിൽ ഒരല്പം പുഴുങ്ങിയ കപ്പയും നല്ല മുളകിട്ട മീനും പിന്നെ ഒരു കട്ടനും കൂടെ കിട്ടിയ വേറെ എന്ത് വേണമല്ലേ. എന്നാൽ പിന്നെ തുടങ്ങിയാലോ. കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. എൻ്റെ വീട്ടിൽ വല്ലപ്പോഴും മാത്രം വരുന്ന ഒരു അതിഥിയാണ് ഈ മുളകിട്ട മീൻ കറി കേട്ടോ. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്കും എൻ്റെ സിസ്റ്ററിനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ഞങ്ങളുടെ വീട്ടിൽ മീൻ ഇങ്ങനെ തേങ്ങ അരച്ചാണ് കറി വയ്ക്കാറ്. പിന്നെ എങ്ങനെ വെച്ചാലും ചോറിനൊപ്പം ഒരല്പം മീൻകറി ഉള്ളത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. പിന്നെ തേങ്ങ അരച്ച് കറി വയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്താ നിങ്ങളുടെ അഭിപ്രായം? പിന്നെ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ഇവൻ, കൊടംപുളി. നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും പുളിയും ഇട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ആ സമയം നമുക്ക് അടുപ്പിൽ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ച് അതിനൊപ്പം ഒരല്പം ഉലുവയും കൂടി പൊട്ടിക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഒരു പൊട്ടിത്തെറിയായിരുന്നു അവിടെ. അതൊന്നടങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതൊന്ന് കുറച്ച് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ ചതച്ച് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. പിന്നെ ഈ മൺചട്ടിയിൽ മീൻ കറി വെക്കുന്നതിൻ്റെ സുഖമൊന്നും ഈ നോൺ സ്റ്റിക്കിൽ വെച്ചാൽ കിട്ടില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മുടെ സ്ഥിരം മസാലകളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ മാറ്റി വെച്ച പുളി ഒഴിച്ചു കൊടുക്കുക. ഈ കൂടെ നമുക്ക് എത്ര വെള്ളം വേണോ അതുകൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പരിചയപ്പെടുത്താൻ വിട്ടുപോയി, ഇതാണ് നമ്മുടെ ഷാർക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്, ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നതും. വീക്ക്ലി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നെസ്റ്റോയിൽ പോയപ്പോഴത്തേക്കും ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്തിട്ട് പോകുന്നതാണ്. ഇവനെ നമുക്ക് നല്ല തിളച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഉപ്പും പുളിയും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കി അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കണം കേട്ടോ. കുറച്ചധികം സമയം, ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല എണ്ണ മുകളിൽ തെളിഞ്ഞ് ഇതേപോലെ ഇരിക്കും. നമ്മുടെ മീൻകറി റെഡിയായി. നല്ല ആവി പറക്കുന്ന കപ്പയുടെ കൂടെ കഴിക്കാൻ അസലാണ്.